ചുട്ടെടുക്കണ മട്ടനും കൂട്ടി രണ്ടെണ്ണം അടിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടിലാണ് ഞാനിവിടെ എത്തിയേക്കണം. ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് ചുട്ട മട്ടനും കൂട്ടി വേണ്ട സാധനങ്ങൾ വാങ്ങി ഇവിടെ ഇരുന്ന് അടിക്കാം. വിദേശ രാജ്യങ്ങളിലെ റെസ്റ്റോറന്റ് പോലെ ഒരു സെറ്റപ്പാണ് ഇവിടുത്തെ ബിസിനസ്സുകാരൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും കേരളീയർക്ക് ഇത് കാണാൻ നേരം കൗതുകം എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ വരെ വന്നു പോകുന്നുണ്ട്. ചന്നപട്ടണയിലെ ചക്ന കഴിക്കണമെങ്കിൽ ഈ ഒരു ചേട്ടൻ്റെ ഈ ഒരു കടയിൽ തന്നെ വന്നാലാണ് നല്ല സാധനം കിട്ടുക. പുള്ളിയാണ് ഇവിടെ ആദ്യം ഇങ്ങനെ ഒരു കട കൊണ്ടുവന്നത്. ഇവിടെ എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇത് എന്താ സാധനം അരിയണേന്ന് നോക്കാൻ വേണ്ടി അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് മട്ടൻ്റെ നെയ്യാണ് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന മട്ടൻ്റെ പലതരം പാർട്സുകളുണ്ട്. ബോൾസ് ഉണ്ട്, ലിവർ ഉണ്ട്, കിഡ്നി ഉണ്ട്, അങ്ങനെ കുടലുണ്ട്, അങ്ങനെ പലതരം പാർട്സുകളുണ്ട്. ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് വന്ന് വാങ്ങണത്. 1 കിലോ 1000 രൂപയാണ് ഇതിൻ്റെ വില. 1/4 കിലോയാണ് ഏറ്റവും കുറവ് തന്നെ. 250 രൂപയാണ് 1/4 കിലോയ്ക്ക് വരുന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ ഇവർ എന്തൊക്കെയാണ് ചെയ്യണത്, ഇവിടുന്ന് ഇത് കഴിച്ചാൽ ഫുഡ് പോയ്സൺ അടിക്കുക ഇല്ല എന്നൊക്കെ അറിയണ്ടേ. ഇവിടുത്തെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ വന്ന് കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വൃത്തിയായി അരിഞ്ഞ് കഴുകി ക്ലീനാക്കിയാണ് ഇവർ ഈ സാധനം ഗ്രില്ല് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. മട്ടൻ്റെ എല്ലാവിധ പാർട്സുകളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കർണാടകയിൽ മട്ടൻ വേസ്റ്റ് പോകില്ല. അങ്ങനെ ക്ലീൻ ചെയ്ത മട്ടൻ്റെ സകല പാർട്സും കൂടി നേരെ ചുട്ടെടുക്കുകയാണ് ഇവരുടെ പരിപാടി. ഇതിൽ മസാലയും കാര്യങ്ങളൊന്നും ഇപ്പം തന്നെ ആദ്യം തന്നെ ഇവർ ഇടണില്ല. ഇത് നേരെ ഒന്ന് കരിഞ്ഞ് മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ മേലേക്ക് മുളകൊക്കെ റെഡിയാക്കി വെച്ചേക്കണ ഒരു മസാല ഇതിൻ്റെ മേലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സ്ട്രീറ്റ് ഫുഡ് കൂടിയാണ്. അതുകൊണ്ട് ഈ ചന്നപട്ടണ ബാംഗ്ലൂരിലേക്ക് ചന്നപട്ടണ വഴി പോകുന്നവരെല്ലാവരും ഇവിടെ കയറി ഇത് കഴിച്ചിട്ട് തന്നെയാണ് പോണത്. ഫാമിലിയായി വരുന്നവർ 1000 രൂപയും 2000 രൂപയ്ക്കൊക്കെയാണ് ഈ ഒരു സാധനം വാങ്ങുന്നത്. കാരണം 250 രൂപയ്ക്ക് 1/4 കിലോ വാങ്ങുന്നത് ഒരാൾക്ക് കഴിക്കാനുള്ളൂ. അപ്പോൾ 10 പേരൊക്കെ വന്ന ഫാമിലി അത്യാവശ്യം നല്ലൊരു എമൗണ്ടിനാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നത്. അത് നമ്മളെ കേരളത്തിലും ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. ശരിക്കും ഇങ്ങനത്തെ കരിഞ്ഞതും മൊരിഞ്ഞതും ആയിട്ടുള്ള സാധനങ്ങളൊന്നും അധികം കഴിക്കാൻ പാടില്ല. ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്നൊക്കെ പറയണം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കടയിൽ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് നിന്ന് കഴിക്കുന്നുണ്ട്. ക്യാൻസറിനെ പേടിച്ചാരും കഴിക്കാതെ പോവുക, ഇവിടെ കച്ചവടം കിട്ടാതെ ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ ഈ ഒരു വീഡിയോ വൈറലായപ്പോൾ ഒരുപാട് മലയാളികൾ കമൻറ്റ് ചെയ്തായിരുന്നു ഇത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഫ്രീ ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ നോട്ടമൊന്നുമില്ല. എല്ലാ ആൾക്കാരും കഴിക്കുന്നുണ്ട്. മലയാളികളും തമിഴന്മാരും കർണാടകക്കാരും എല്ലാവരും ഇവിടെ വന്നു പോണവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലോക്കൽസും ഇവിടെ വന്ന് വാങ്ങി പോകുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന് ചെറുത് അടിച്ചിട്ടുമാണ് പോണത് അവർ. എന്തായാലും ഇവരിത് ആദ്യമായിട്ട് വാങ്ങിയതാണ് ഈ ഒരു സാധനം. അങ്ങനെ ഇവരിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരിത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഒരെണ്ണം വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അത്രക്ക് ബോധിച്ചിട്ടില്ലെന്നാണ് അവരുടെ നോട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണത്. അവർ തമ്മിൽ എന്തൊക്കെയോ പറയാനുണ്ട് അത് കഴിച്ച് നോക്കിയിട്ട്. ഫസ്റ്റ് കഴിക്കാനായിട്ട് കുറച്ച് സാമ്പിൾ കൊടുത്തതാണ്. അത് ഒന്നും കൂടി ഡ്രൈ ആക്കിയിട്ടാണ് അവർക്ക് ബാക്കിയുള്ള സാധനം എടുത്ത് കൊടുക്കണത്. അങ്ങനെ കണ്ടു നിന്നപ്പോൾ എനിക്ക് ഒരെണ്ണം വാങ്ങാൻ തോന്നി. അങ്ങനെ എനിക്കുള്ള ഒരു 1/4 കിലോ സാധനം ഞാനും ഓർഡർ ചെയ്തു. അപ്പോൾ 1/4 കിലോ എല്ലാ പാർട്സും കൂടി മിക്സ് ചെയ്തെടുത്ത്. 1/4 കിലോ എന്ന് പറയുമ്പോൾ കാണാൻ നേരം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. പാത്രത്തിൽ 4 പീസ് ഉണ്ട് ഏകദേശം. 1 ബോള്, 1 ലിവർ, 1 കിഡ്നി, പിന്നെ ഒരു നെയ് പീസും കൂടി ഇട്ടിട്ടുണ്ട് അതിലേക്ക്. ഇതെല്ലാം അവർ വാഷ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ചേക്കണേന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇത് നേരെ ഇനി ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇവർ നമുക്ക് ഈ സാധനം ഗ്രില്ല് ചെയ്യാനായിട്ട് അതിലേക്ക് വെക്കുന്നത്. 1/4 കിലോ സാധനം കട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഒരുപാടുള്ള പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് അതിൽ വന്ന് ചുട്ടെടുക്കാൻ നേരം ഈ സാധനം വലിയ ക്വാണ്ടിറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ മട്ടൻ്റെ പല ഭാഗങ്ങളും ആയ കാരണം നെയ്യും ഉള്ളത് കൊണ്ട് അതൊക്കെ ഉരുകി പോവുകയും ചെയ്യും. അങ്ങനെ എനിക്കുള്ള സാധനം ചുട്ടെടുക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോണത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ 2-3 കടകൾ ഞാൻ കണ്ട്. നേരെ ഓപ്പോസിറ്റ് ആ കാണുന്ന കടയിൽ ഫിഷും കാര്യങ്ങളും ചിക്കനും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ചുട്ട് വരുന്നുണ്ട്. ഇപ്പുറത്ത് ഇതേപോലെ തന്നെ ഈ ചക്ന ഈ മട്ടൻ്റെ സാധനങ്ങളുള്ള കടകൾ വേറെയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് കട. അപ്പോൾ നിങ്ങൾ വരാൻ നേരം ഈ ഒരു കടയിൽ നിന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഏകദേശം 1 മണി സമയത്താണ് ഞാൻ ഈ ഒരു സാധനം ട്രൈ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്. ശരിക്കും 250 രൂപയാണ് 1/4 കിലോയ്ക്ക് ഇത് വരുന്നത്. ഇവിടെ ഈ കാണുന്ന പോലെ 3 പേരോളം നിന്നാണ് നമുക്ക് സാധനം ചുട്ട് വരുന്നത്. ഈ ഒരു മട്ടൻ പാർട്സ് ഇതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇരിക്കാനായിട്ടുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഇരുന്ന് കഴിക്കാം. വേണമെങ്കിൽ ഇവിടുന്ന് ചെറിയ സാധനമൊക്കെ വാങ്ങി അതിൻ്റെ ഒപ്പം അടിക്കുകയും ചെയ്യാം. ബ്ലാക്കിൽ ഇവിടെ സാധനങ്ങളും കിട്ടും. എന്ത് വേണമെങ്കിലും ആ ഒരു കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതും കിട്ടും. പോലീസും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലാക്കിന് ബാറിൽ നിന്ന് വാങ്ങണ പൈസയൊന്നുമല്ല ഇവിടെ. സാധാരണ വൈൻ ഷോപ്പിലെ പൈസയൊക്കെ തന്നെ ഇവിടെ ആവാൻ ചാൻസ് ഉള്ളത്.
ഇതിലേക്ക് പ്രത്യേകിച്ച് മസാലയും കാര്യങ്ങളൊന്നും തന്നെ ഇവർ അങ്ങനെ ചേർക്കണില്ല. ഉപ്പും ഒരു മസാല ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ള സാധനം എടുത്തിട്ട് ഒരുപാട് നേരമായി. ഇതിലേക്ക് ഇതുവരെ ഇവർ മസാലയും കാര്യങ്ങളൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഓർത്ത ഈ സാധനം മസാല ചേർത്താണ് ഇവർ നമുക്ക് ചുട്ട് തന്നെയെന്നാണ് ഞാൻ ഓർത്തത്. ശരിക്കും ഇത് പച്ചക്കാണ് ശരിക്കും ചുടുന്നത്. ഇവർക്ക് ഇവിടെ ഫ്രീ സമയം ഇല്ല കേട്ടോ. ഇത് ഒന്ന് ഫ്രീ ആകുമ്പോൾ തന്നെ അടുത്ത ഓർഡർ വരും. അങ്ങനെ നല്ലൊരു ബിസിനസ് നടക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണിത്. അങ്ങനെ ഇതാ നമുക്കുള്ള സാധനം ഇത് ആകാനൊരു 10-25 മിനിറ്റ് സമയം എടുക്കും കേട്ടോ. കരിഞ്ഞ് പൊരിഞ്ഞ് നല്ല പുകയൊക്കെ വന്നിട്ടുണ്ട്. ഇത് വയറ്റിച്ചെന്ന് പണിയാവുമെന്നറിയില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ട്രൈ ആക്കണത്. ആദ്യം ഒരു 2-3 പീസ് അവർ എടുത്തു തന്നിട്ടാ. നമുക്ക് ഇത്രയും ട്രൈ മതിയോ എന്നറിയാൻ വേണ്ടിയാണ് അവർ എടുത്തു തന്നത്. അങ്ങനെ ഇതാ എനിക്കുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു ബീഫ് ഫ്രൈ വാങ്ങണതിനെക്കാട്ടി ഒരു 3-4 പീസ് കൂടുതലുണ്ടെന്ന് പറയാം. അത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഈ സാധനം നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ പോയാണ്. ഒരു പ്രത്യേക ടൈപ്പ് ടേസ്റ്റാണ് ഇതിന്. ശരിക്കും കുഴപ്പമില്ല, കഴിക്കാം. അപ്പോഴാണ് നമ്മളിത് ഇവന്മാരൊരു 3-4 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവന്മാർക്കൊരു 2-3 പീസ് കൊടുക്കുക. അവന്മാരുടെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക ഞാനിത് കഴിക്കണം കണ്ടിട്ട്. ബാക്കിയുള്ള കർണാടകക്കാരൊന്നും ഇവന്മാർക്ക് കൊടുക്കണില്ല കേട്ടോ. നമ്മളെന്തായാലും എല്ലാവർക്കും ഓരോരോ പീസ് വെച്ച് കൊടുത്ത്. ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാം, അത്യാവശ്യം ടേസ്റ്റാണ് സാധനം. എങ്കിലും നമ്മൾ കഴിക്കാത്തൊരു സാധനമായ കാരണം ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് വേണേൽ പറയാം. കഴിക്കാൻ കൊള്ളാത്തത് കൊണ്ട് പട്ടിക്ക് കൊടുക്കണമല്ല കേട്ടോ. സാധനം അവന്മാർ വന്ന് ഒരു പീസ് കൊടുത്തപ്പോൾ അവർക്കും ടേസ്റ്റ് പിടിച്ചു പോയി. അപ്പോൾ ഈ ഷോപ്പ് എവിടെയാണെന്ന് അറിയണ്ടേ? മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകണ വഴി ചന്നപട്ടണിൽ റോഡ് സൈഡിൽ ഇതേപോലെയുള്ള ഒരുപാട് കടകൾ കാണാം. അപ്പോൾ ഈ ഒരു ചേട്ടൻ്റെ കടയിൽ തന്നെയാണ് നിങ്ങൾ വരേണ്ടത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും തിരക്കുള്ള കട ഇതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ ചട്നി കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇത്രയും തിരക്ക്. അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ മൈസൂർ നാഷണൽ ഹൈവേ ചന്നപട്ടണക്ക് അടുത്ത്. അപ്പോൾ ഈ ഒരു കട നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും, നേരെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ വരേണ്ടത്. ഫുൾ പുക മയമായിരിക്കും ഇവിടെ. മട്ടൻ ചുടുന്ന ഒരു സ്മെല്ലായിരിക്കും ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ.